മുണ്ടത്തിക്കോട് ഗ്രാമത്തെ കണ്ണീരിലഴ്ത്തി പാമുങ്ങൽ രംഗനും വിടവാങ്ങി. 50 വയസ്സായിരുന്നു. ദീർഘനാളായി ഗുരുതരമായ കിഡ്നി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. 3 മാസം മുമ്പാണ് രംഗന്റെ ഭാര്യ സന്ധ്യ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചത്. ആ വേർപാടിന്റെ ദുഃഖം മാറും മുമ്പെയാണ് ഇപ്പോൾ കുടുംബനാഥനായ രംഗനും വിട പറഞ്ഞത്. രോഗവും ദാരിദ്ര്യവും വിതച്ച ദുരന്തങ്ങൾക്കിടയിൽ സ്വന്തമായി വീടോ സ്ഥലമോ പോലുമില്ലാതെ ഈ കുടുംബം പ്രതിസന്ധിയിലായപ്പോൾ മുണ്ടത്തിക്കോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് താങ്ങായി മാറിയത്. നാട്ടുകാർ ഒത്തുചേർന്ന് ഇവർക്ക് സ്ഥലവും വീടും നിർമ്മിച്ചു നൽകുകയും ചികിത്സയ്ക്കായി തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാടിന്റെയും ജനകീയ സമിതിയുടെയും പ്രാർത്ഥനകളെയും ശ്രമങ്ങളെയും വിഫലമാക്കിക്കൊണ്ടാണ് 3 മാസത്തെ ഇടവേളയിൽ അമ്മയും അച്ഛനും ഈ ലോകത്തോടും മക്കളോടും വിട പറഞ്ഞു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോടെ മക്കളായ 19-കാരി അനാമികയ്ക്കും 16-കാരൻ മാധവ് കൃഷ്ണയും ഇനി ആ വീട്ടിൽ തനിച്ചായി. രംഗന്റെ മൃതദേഹ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഷൊർണൂർ ഭാരതപ്പുഴ ശ്മശാനത്തിൽ നടക്കും. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, VWalk മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.